നമ്മളൊന്ന് ആലോചിക്കുക, ഇപ്പോ അൽനാസർ പോലെ ഒരു ടീം വരുന്നു, അല്ലെങ്കിൽ അൽനാസർ പോലെ ഒരു ടീം എന്നുള്ളത് വിടൂ, ഒരു AFC ചാമ്പ്യൻസ് ലീഗ് ടയർ 2 ഇപ്പോൾ ഒരു ചാമ്പ്യൻസ് ലീഗ് ആണ്. അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു ക്ലബ്ബ് നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം എന്തായാലും വേൾഡിൽ കുറെ ആളുകൾ ഇത് കാണാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് എവിടെ കളി നടക്കുന്നത്? ഇന്ത്യയിലാണ്. അപ്പൊ ഒരു ഇന്ത്യയിൽ ഓക്കെ ഫൈൻ. ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് സ്റ്റേഡിയംസ് ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പം അൽനാസർ പോലൊരു ടീമും കൂടെയാണ് വന്ന് കളിച്ചിരിക്കുന്നത്. സ്റ്റേഡിയംസ് ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു, സീറ്റിലൊന്നും അധികം ആളില്ല, കുറെ ആളുകളൊക്കെ ഉണ്ട്. അത് തന്നെ ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് പരിപാടിയാണ്. അതിന്റെ കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ടിക്കറ്റിന്റെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടിക്കറ്റ് മാർക്കറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ മത്സരത്തെ മാർക്കറ്റ് ചെയ്തത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം മത്സരം വരുമ്പോൾ അതിന്റെ ടിക്കറ്റ് ആയാലും ടിക്കറ്റിന്റെ ചാർജും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നതും അതിന്റെ ലാഭവിഹിതം എടുക്കുന്നതും ഒക്കെ മാനേജ്മെന്റ് ആണ്. FC ഗോവയുടെ മാനേജ്മെന്റ് ആണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. ടിക്കറ്റിന് എത്ര രൂപ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവര് ഭയങ്കര വലിയ എമൗണ്ട് ആണ് ഇട്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, 5000 രൂപയുടെ സീറ്റ് എന്ന് പറഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം താഴേക്ക് വീഴുന്നു. അപ്പൊ ഒരു 5000 രൂപയുടെ സീറ്റാണത്. ഈ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്ന പരിപാടി. അപ്പൊ നമ്മൾ സ്റ്റേഡിയത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റി ഒന്നും പറയുന്നില്ല, നമ്മൾ കുറെ പറഞ്ഞ അടുത്ത കാര്യങ്ങളാണ് അതൊക്കെ വിടും. പക്ഷെ 5000 രൂപയുടെ ഒരു ടിക്കറ്റ് അല്ലെ 5000 രൂപയുടെ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മഴ കൊള്ളാൻ പറ്റാത്ത രീതിക്കെങ്കിലും സെറ്റ് ചെയ്യണ്ടേ? അപ്പൊ അതുപോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്തിനിവർ 5000 രൂപ ഒക്കെ ടിക്കറ്റിന്, അല്ലെ 5000, 10000 ഒക്കെ ടിക്കറ്റിന് ഇടുന്നു എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ.